മക്കളുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് നമ്മൾ ജോലി സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ടത് എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും എണീക്കുന്ന ഒരു മദറാണോ നിങ്ങൾ? ഇന്ന് എന്ത് സൂത്രമാണ് എൻ്റെ കുട്ടിയുടെ കണ്ണ് വെട്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ഞാൻ എടുക്കേണ്ടത്? അവർ കരയുന്നത് കാണാതിരിക്കാൻ, നമ്മൾ പോകുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നതെങ്കിലും റിസൾട്ട് മറ്റൊന്നാണ്. ഏത് നിമിഷവും ഞാൻ പറ്റിക്കപ്പെടാം എന്നൊരു പേടിയിലാണ് നമ്മളെ മക്കളെപ്പോഴും ജീവിക്കുന്നുണ്ടാവുക. നമ്മളെപ്പോഴാണ് അവരിട്ടിട്ട് പോവുക എന്ന് അവരിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏത് നിമിഷവും ഞാൻ പറ്റിക്കപ്പെടാമെന്ന ഒരു ബോധ്യത്തിലാണ് നമ്മളെ കുട്ടി രാവിലെ എണീക്കുന്നത് മുതലുണ്ടാവുക. ഓരോ നിമിഷവും നമ്മൾ അവരുടെ കൺമുന്നിൽ നിന്ന് മറയുന്നത് അവർ ടെൻഷനോടെയാണ് നോക്കിക്കാണുക. ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഞാൻ അത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പേരൻറ്റിനെ കൊണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടേക്കാം എന്ന ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാളും അതിന് നമ്മളെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നല്ലത് എൻ്റെ ഉമ്മ ഇത്ര സമയമാകുമ്പോൾ കൃത്യമായൊരു ജോലിക്ക് പോകും, വൈകുന്നേരം ഇത്ര സമയമാകുമ്പോൾ തിരിച്ചു വരും എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കുന്നതല്ലേ. രാവിലെ പോകുമ്പോൾ അവരൊന്ന് കിസ് ചെയ്ത് ഹഗ് ചെയ്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഇറങ്ങിപ്പോവാൻ ഒരാഴ്ച നമ്മളൊന്ന് ട്രൈ ചെയ്താൽ പിന്നെ അവർക്കത് ശീലമാവും. നമ്മളെക്കാൾ എളുപ്പത്തിൽ എന്തിനോടും അഡാപ്റ്റ് ആവുന്ന മനോഹരമായൊരു സ്കില്ലുണ്ട് നമ്മളെ കുട്ടികൾക്ക്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അവരെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുത്താൻ അവരെ പറ്റിക്കാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റായ മാർഗം.